الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ ദയാപരനായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, തഖ്വയുള്ള സൂക്ഷ്മതയുള്ള തിന്മകളിൽ നിന്ന് മാറി നിന്ന് ധാരാളം പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടുള്ള അള്ളാഹു ഇഷ്ടപ്പെടുന്ന ജീവിതം നയിക്കണമെന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും രണ്ട് വീടുകളിലും വിജയികളായി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ജീവിക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഉച്ച സമയങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ചൂട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു 11-11:30 മണിയായി കഴിഞ്ഞാൽ പിന്നീട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കഴിയാത്ത രൂപത്തിൽ കഠിനമായിട്ടുള്ള ചൂടാണ്. അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കണമെന്ന് ആരോഗ്യരംഗത്തുള്ള ആളുകൾ പറയുകയാണ്. സ്ത്രീകളാകട്ടെ, കുട്ടികളാകട്ടെ, മുതിർന്നവരാകട്ടെ, ആരുമാകട്ടെ, തൊഴിലാളികൾ ഉൾപ്പെടെ നട്ടുച്ച സമയത്ത് പുറത്തേക്ക് ഇറങ്ങുന്നത് സൂക്ഷിക്കണം, ജാഗ്രത പാലിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന കാര്യമാണ്. നമ്മുടെ ആരോഗ്യം അത് സംരക്ഷിക്കുവാൻ നമ്മൾ ചില നടപടികൾ സ്വീകരിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു എന്ന് മാത്രമല്ല, അള്ളാഹുവിനോട്
റബ്ബുൽ ഇസ്സത്തിനോട് അതിനുവേണ്ടി ദുആ ചെയ്തതായിട്ട് കാണാനായിട്ട് കഴിയും. സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ 5074 നമ്പറും, ഇമാം ഇബ്നു മാജ തൻ്റെ സുനനിൽ 3871 നമ്പറുമായിട്ട് നൽകുന്ന പ്രാർത്ഥന നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഖാല അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, മഹാനായിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറഞ്ഞു, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദഉ ഹൗലായി ദഅവാത് ഹീന യുംസി വഹീന യുസ്ബിഹ്. അല്ലാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാതമാകുമ്പോഴും വൈകുന്നേരമാകുമ്പോഴും ഈ പ്രാർത്ഥന ഒഴിവാക്കുമായിരുന്നില്ല. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ്ദുനിയാ വൽ ആഖിറ. അല്ലാഹുവേ, എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്ത് പ്രദാനം ചെയ്യണേ. ആഫിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് സൗഖ്യം എന്ന് പറയാറുണ്ട്. എന്താണ് ആഫിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഹാനായിട്ടുള്ള അബുൽ ഹസൻ അൽ മുബാറക് ഫുരി റഹിമഹുല്ലാ മിർആത്തുൽ മഫാത്തിഹ് ശർഹു മിഷ്കാത്തുൽ മസാബിഹ് എന്ന് പറയുന്ന കിതാബിൽ അതിൻ്റെ അർത്ഥം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദുനിയാവിൽ മാത്രമല്ല സൗഖ്യം, ആഖിറത്തിലും സൗഖ്യം തേടുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ്ദുനിയാ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് ആഫിയത്ത് തരേണമേ എന്നതാണ് ഓരോ വ്യക്തികളും തേടേണ്ട തേട്ടം, പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. അതിന്റെ അർത്ഥം മഹാനവറുകൾ രേഖപ്പെടുത്തുന്നത് ഐ അസ്സലാമത മിനൽ ആഫാത്തിദ് ദീനിയ്യ വശദാഇദിദ് ദുനിയവിയ്യ. ഒരു മനുഷ്യൻ്റെ ദീനീപരമായ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ, ന്യൂനതകൾ, തെറ്റായ കാര്യങ്ങൾ, അതിൽ നിന്ന് എനിക്ക് സുരക്ഷിതത്വം തരയണമേ. അതാണ് ദുനിയാവിലെ ദീനില് എനിക്ക് ആഫിയത്ത് തരണം എന്ന് പറഞ്ഞാൽ. വശദാഇദിദ് ദുനിയവിയ്യ, ഭൗതിക ലോകത്ത്, നമ്മൾ ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഐഹിക ലോകത്ത് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടേറെ പ്രയാസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. രോഗങ്ങളുണ്ടാകാം, മറ്റുള്ള നഷ്ടങ്ങളുണ്ടാകാം, അസഹ്യമായ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന സംഗതികൾ നമുക്കുണ്ടായേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലതും സംഭവിക്കുമ്പോൾ അതിനെ ഈമാനിന്റെ ബലം കൊണ്ട് തരണം ചെയ്യുവാൻ, അതൊക്കെയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ്ദുനിയാ വൽ ആഖിറ. റബ്ബേ, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നീ സൗഖ്യം പ്രദാനം ചെയ്യണമേ. വീണ്ടും ആ പ്രാർത്ഥന അല്പം സുദീർഘമാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. എൻ്റെ ദീനിലും എൻ്റെ ദുനിയാവിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ സമ്പത്തിലും അല്ലാഹുവേ എനിക്ക് നീ മാപ്പ് നൽകണമേ, എനിക്ക് നീ സൗഖ്യം നൽകണമേ. അപ്പോൾ മാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള അല്ലാഹു തആല വെറുക്കുന്നതായ, അല്ലാഹു തആല ഒരു മനുഷ്യനോട് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ മാപ്പ് തരേണമേ എന്നുള്ള തേട്ടമാണ്. അതിനാണ് മാപ്പ് അൽ അഫ്വ് എന്ന് പറയുന്നത്. വൽ ആഫിയ എന്ന് പറഞ്ഞാൽ അസ്സലാമതു മിനൽ ഉയൂബ്, ന്യൂനതകളിൽ നിന്ന്, വീഴ്ചകളിൽ നിന്ന്
പോരായ്മകളിൽ നിന്ന്, നമുക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളിൽ നിന്നുള്ള സുരക്ഷ അതാണ് തേടുന്നത്. അപ്പോ ഈ പ്രാർത്ഥന വളരെ അർത്ഥവത്താണ് പ്രിയമുള്ളവരെ. എന്നിട്ട് പറയുകയാണ്, അല്ലാഹുമ്മസ്തുർ ഔറാത്തി, അല്ലാഹുവേ എൻ്റെ രഹസ്യങ്ങൾ, എൻ്റെ നഗ്നത, എൻ്റെ ന്യൂനതകൾ. ഔറാത്തി എന്ന് പറഞ്ഞാൽ ഉയൂബി എന്നാണ്, ന്യൂനതകൾ, ഔറത്തുകൾ, അതൊക്കെ മറക്കേണമേ എന്നാണ്, മറച്ചു വെക്കണമേ എന്നാണ്. എനിക്ക് പേടിയുണ്ടാകുന്ന, ഭയമുണ്ടാകുന്ന രംഗങ്ങളിൽ എനിക്ക് നീ നിർഭയത്വം നൽകണമേ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മഹ്ഫളിനി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി വഅൻ യമീനി വൻ ശിമാലി. അല്ലാഹുവേ എന്നെ നീ സംരക്ഷിക്കണമേ. മിൻ ബൈനി യദയ്യ, എൻ്റെ മുമ്പിൽ നിന്നും, മുമ്പിലൂടെ വരുന്ന അപകടങ്ങളിൽ നിന്ന്. വമിൻ ഖൽഫി, പിന്നിലൂടെ വരുന്ന അപകടങ്ങളിൽ നിന്ന്. വഅൻ യമീനി വഅൻ ശിമാലി, വലത്തു നിന്നും ഇടത്തു നിന്നും എല്ലാ ഭാഗത്തു നിന്നും എന്നെ സംരക്ഷിക്കണമേ എന്നാണ്. നമ്മളൊരു വാഹനത്തിൽ ഇങ്ങനെ പോകുമ്പോൾ മറുഭാഗത്തു നിന്ന് മറ്റൊരു വാഹനം വരികയാണ്. ഒരു സെക്കൻഡ് കൊണ്ടായിരിക്കാം ഒരു മഹാദുരന്തത്തിൽ നിന്ന് നമ്മളിങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നത്. മുട്ടിയില്ല എന്നുള്ള രൂപത്തിലാണ് രണ്ട് ഭാഗത്തേക്കും അമിത വേഗതയിൽ പോകുന്ന വാഹനത്തിൽ യാത്ര ചെയ്യുന്ന നമ്മൾ രക്ഷപ്പെടുന്നത്. ആലോചിക്കുക. അവിടെയാണ് അല്ലാഹുമ്മഹ്ഫളിനി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ശിമാലി. നാഥ, എൻ്റെ മുമ്പിലൂടെ വരുന്ന അപകടത്തിൽ നിന്ന്, പിന്നിലൂടെ വരുന്ന ദുരന്തങ്ങളിൽ നിന്ന്, അതുപോലെ വലത് ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്ത് നിന്ന്, സർവ ഭാഗങ്ങളിലൂടെ വരുന്ന അപകടങ്ങളിൽ നിന്നും എന്നെ കാത്തു രക്ഷിക്കണമേ. വമിൻ ഫൗഖി, എൻ്റെ മുകളിലൂടെ വരുന്ന എല്ലാ ദോഷങ്ങളിൽ നിന്നും എനിക്ക് നീ സംരക്ഷണമേകണമേ. വഅഊദു ബിഅളമതിക അൻ ഉഗ്താല മിൻ തഹ്തി, എൻ്റെ കാലിനടിയിലൂടെ വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി കൊണ്ട് എന്നെ ബാധിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, എന്നെ ബാധിക്കുന്ന അപകടങ്ങളിൽ നിന്ന്, നിന്റെ മഹത്വം കൊണ്ട് അതിൽ നിന്നൊക്കെ ഞാൻ ഇതാ നിന്നോട് കാവലിനെ ചോദിക്കുന്നു, നിന്നോട് രക്ഷ തേടുന്നു, നിന്നോടിതാ ഞാൻ അഭയം തേടുന്നു. ആ പ്രാർത്ഥന നിങ്ങൾ ആലോചിച്ചു, എത്രമാത്രം അർത്ഥസമ്പന്നമാണ്. നമ്മുടെയൊക്കെ രാവും പകലും ഒക്കെ നമ്മൾ ഈ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അത്രമാത്രം ഏത് രംഗത്തും അപകടം അഭിമുഖീകരിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. പ്രിയമുള്ളവരെ, നമുക്ക് കുറച്ച് സൗന്ദര്യമുണ്ടായാൽ, സമ്പത്തുണ്ടായാൽ, സന്താനങ്ങളുണ്ടായാൽ, അറിവുണ്ടായാൽ ഒക്കെ ആളുകൾ എന്ത് ചെയ്യുക? അഹങ്കരിക്കുകയാണ്. മനുഷ്യർക്ക് കിബിറുണ്ടാകുകയാണ്. അവരിങ്ങനെ ഞാൻ വലിയവനാണ്, എനിക്ക് ഈ നിസ്സാരമായിട്ടുള്ള എന്നെ ദുർബലപ്പെടുത്തുന്ന സംഗതികളൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ള ചിന്ത മനുഷ്യർക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കിബർ ഒരിക്കലും പാടില്ല. അങ്ങനെയുള്ള അഹങ്കാരം ഒരിക്കലും മനുഷ്യന് ഒരിക്കലും തന്നെ ഭൂഷണമല്ല. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ദുർബലനാണ്. പ്രിയമുള്ളവരെ, എത്രയോ സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ഒരു 4-5 ദിവസം മുമ്പ് ഞങ്ങളുടെ നാട്ടിലൊരു സംഭവം ഉണ്ടായി. ഒരു ചുമട്ട് തൊഴിലാളി യൂണിയൻ അതിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ലോറിയിലേക്ക് മരങ്ങൾ കയറ്റുന്ന ജോലിയെടുക്കുന്ന വ്യക്തിയാണ്. ആരോഗ്യമുള്ള, കാര്യമായൊരു കുഴപ്പമില്ലാത്ത ആളാണ് അദ്ദേഹം. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഈ ചെറുപ്പളശ്ശേരിയിലേക്ക് മരം കയറ്റുന്നതിന് വന്നു. ഉച്ചവരെ പണിയെടുത്ത് ളുഹറൊക്കെ നമസ്കരിച്ച് വീണ്ടും പണി ആരംഭിക്കുന്ന സന്ദർഭത്തിൽ എന്തോ ഒരു വേദന. ആളുകൾ പറഞ്ഞു, നീ മാറി നിന്നോ, വിശ്രമിച്ചോ, ഞങ്ങൾ പണിയെടുക്കാം. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഗുളിക കഴിക്കട്ടെ, എന്നിട്ട് ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഗുളിക കഴിച്ച് വീണ്ടും അദ്ദേഹം ജോലിയെടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. പക്ഷേ വേദന വർദ്ധിച്ചു.
ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് പെരിന്തൽമണ്ണയിലേക്കും പിന്നീട് പെരിന്തൽമണ്ണയിലേക്ക് കൊണ്ടുപോകുന്ന ആ വഴിയിൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതാണ്. ഒരു 50-52 വയസ്സ് പ്രായമുള്ള ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ് നിമിഷ നേരം കൊണ്ട് മരണത്തിന് കീഴൊതുങ്ങുന്നത്. പ്രിയമുള്ളവരെ, എത്ര പെട്ടെന്നാണ് ആരോഗ്യമുള്ള രക്തത്തിളപ്പുള്ള ഞാൻ എന്തിനും പോന്നവനാണ് എന്നുള്ള ആ ഒരവസ്ഥയിലുള്ള മനുഷ്യൻ മരണത്തിന് കീഴൊതുങ്ങുന്നത് എത്രയെത്ര അനുഭവങ്ങളാണ്. കാർഷിക വൃത്തി നടത്തിയിരുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കിഡ്നിക്ക് അസുഖം ബാധിക്കുകയും അങ്ങനെ അത് രണ്ടാമത്തേതിന് ബാധിക്കുകയും അധികം വൈകാതെ അള്ളാഹുവിൻ്റെ വിധിക്ക് ഉത്തരം നൽകുകയും ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. നമ്മുടെ ഈ പള്ളിയിൽ തന്നെ ജുമഅക്കും ജമാഅത്തുകൾക്കും ഒക്കെ വരുമായിരുന്ന ഒരു മുതിർന്ന സഹോദരൻ, അദ്ദേഹത്തിനും കാര്യമായ ആരോഗ്യപരമായ ഒരു കുഴപ്പമില്ലായിരുന്നു എന്നുള്ളതാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പല്ലേ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത് പ്രിയമുള്ളവരെ. അപ്പം മനുഷ്യന്റെ അവസ്ഥ എന്നുള്ളത് നമ്മൾ മരണത്തെക്കുറിച്ച് എത്ര ചിന്തിച്ചില്ല എങ്കിലും അങ്ങനെയാണല്ലോ. മനുഷ്യർ എത്ര കണ്ടാലും കേട്ടാലും ഞാനൊന്നും ഇപ്പോൾ മരിക്കുകയില്ല എന്നുള്ളൊരു ചിന്തയാണ്. എനിക്കൊക്കെ ഇനിയും ഒരുപാട് കാലം ഇവിടെ ജീവിക്കാൻ കഴിയുമെന്നുള്ള ചിന്തയാണ് മനുഷ്യർക്ക്. അത് പാടില്ല പ്രിയമുള്ളവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എപ്പോഴാണ് മരണം വിധിച്ചത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത്, നമ്മുടെ മനസ്സിനകത്ത് അഹങ്കാരത്തിൻ്റെ കണിക പോലും ഉണ്ടാകാൻ പാടില്ല. ഞാൻ വളരെ വളരെ ദുർബലനാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം. നിങ്ങൾക്കറിയുമോ, മഹാനായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, ആ രണ്ട് സ്വഹാബിമാരിരിക്കുകയാണ്. അവർ മദീനയിലെത്തിയ ഒരു ഘട്ടത്തിൽ അവർക്ക് പനി ബാധിച്ചു. സ്വഹീഹുൽ ബുഖാരിയിൽ 3926 നമ്പറായിട്ടുള്ള വചനത്തിൽ കാണാം, ആ രണ്ട് സ്വഹാബി വര്യന്മാരും മദീനയിൽ വന്നു. ലമ്മാ ഖദിമ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, മദീനത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഘട്ടത്തിലാണ് അബൂബക്കറിൻ വ ബിലാൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ബിലാൽ റളിയല്ലാഹു അൻഹു ഏറ്റവും മഹത്തുക്കളായ സ്വഹാബി വര്യന്മാരാണ്. അള്ളാഹുവിൻ്റെ റസൂലൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട രണ്ട് പ്രഗത്ഭന്മാരായ സ്വഹാബിമാരാണ്. അവർക്ക് പനി ബാധിച്ചു എന്നുള്ളതാണ്. വഅക എന്ന് പറഞ്ഞാൽ പനി ബാധിച്ചു എന്നാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ അടുത്ത് കടന്നു ചെന്നു. ഖാലത്ത് ഫദഖൽതു അലൈഹിമാ, ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ഞാൻ അവരുടെ അടുക്കൽ പോയി. ഫഖുൽതു യാ അബതി, ഞാൻ ചോദിച്ചു, എൻ്റെ പിതാവേ, എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, കൈഫ തജിദുക, എങ്ങനെയുണ്ട് അങ്ങയുടെ പനി, എങ്ങനെയുണ്ട് അങ്ങയുടെ ആരോഗ്യം. വയാ ബിലാലു കൈഫ തജിദുക, ബിലാലേ, നിങ്ങളുടെ പനി എങ്ങനെയുണ്ട്, നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള വിഷമങ്ങൾ എങ്ങനെയുണ്ട്. അപ്പോൾ മഹാനായിട്ടുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു എന്നാണ്. ഫകാന അബൂബക്കറിൻ ഇദാ അഖത്തുൽ ഹുമ്മാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പനിയൊക്കെ ബാധിച്ചാൽ ഇങ്ങനെ പറയും. എന്താ പറയാ? യഖൂൽ, അദ്ദേഹം പറയാൻ, കുല്ലുംരിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി. എല്ലാ മനുഷ്യരും അവരുടെ വീടുകളിൽ ഭാര്യയോടൊത്ത്, കുട്ടികളോടൊത്ത്, കുടുംബാംഗങ്ങളോടൊത്ത് ആനന്ദത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മരണമെന്ന് പറയുന്ന സംഗതി, അതാ അവൻ ധരിച്ചിരിക്കുന്ന ചെരുപ്പുണ്ടല്ലോ, ആ ചെരുപ്പിന്റെ വാറിനേക്കാൾ മരണം അവന്റെ അടുത്ത് നിൽക്കുന്നു എന്ന് മഹാനായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ പാടിയതായിട്ട് സ്വഹീഹുൽ ബുഖാരിയിൽ വന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, മരണം എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്.
നമ്മൾ എവിടെയായിരുന്നാലും, ലോകോത്തരമായിട്ടുള്ള ബുർജുകളിലാണെങ്കിലും വൻകിട ടവറുകളിലാണെങ്കിലും ശരി, പരിശുദ്ധ ഖുർആനിന്റെ 4-ാം അധ്യായം സൂറത്തു നിസാ അതിന്റെ 78-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ഐനമാ തകൂനൂ യുദ്രികുകുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ. നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ ബാധിക്കും. നിങ്ങൾ അതിശക്തമായിട്ടുള്ള അമ്പരചുംബികളായിട്ടുള്ള രമ്യഹർമ്മങ്ങളിലാണെങ്കിലും വലിയ കോട്ടകളിലാണെങ്കിലും ആ മരണം വിധിക്കപ്പെട്ട സമയത്ത് തന്നെ അത് നിങ്ങളെ പിടികൂടുമെന്ന് അള്ളാഹുവിൻ്റെ കലാമ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. 50-ാം അധ്യായം സൂറത്തു ഖാഫ് അതിൻ്റെ 19-ാമത്തെ വചനം നമ്മളൊക്കെ മനസ്സിൽ കുറിക്കണം പ്രിയമുള്ളവരെ. അതെന്താണ്? വജാഅത് സക്റത്തുൽ മൗത്ത്. സക്റത്ത് എന്ന് പറഞ്ഞാൽ വേദന, വെപ്രാളം എന്നാണ് അതിൻ്റെ അർത്ഥം. സക്റത്തുൽ മൗത്തി, മരണത്തിന്റെ വേദന, മരണത്തിന്റെ വെപ്രാളം. വജാഅത് സക്റത്തുൽ മൗത്തി, മരണത്തിന്റെ വേദന ഇതാ വന്നിരിക്കുന്നു. ബിൽ ഹഖ്, യഥാർത്ഥം കൊണ്ട്, സത്യം കൊണ്ട്. അതേ ഈ മനുഷ്യന് വന്നിട്ടുള്ളത് അത് മരണമാണ്. അതിലൊരു സംശയവും വേണ്ട. അവനിനി ഒരു ജീവിതമില്ല. അവന് ഈ ലോകത്ത് നിന്ന് അവസാന നിമിഷങ്ങൾ അടുത്തു പോയിരിക്കുന്നു. അവനെ സമീപിച്ചിരിക്കുന്ന ആ സംഗതി ഉണ്ടല്ലോ, മാ കുന്ത മിൻഹു തഹീദ്, എന്തൊന്നിൽ നിന്നാണോ നിങ്ങൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നത് അത് ആ മരണം തന്നെയാണ്. അതിൻ്റെ വേദന തന്നെയാണ്, അതിൻ്റെ വെപ്രാളം തന്നെയാണ് അവന് വന്നിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ വാഖിഅ 56-ാം അധ്യായത്തിലെ 83 മുതൽ 87 വരെയുള്ള സൂക്തങ്ങള്, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, മരണം മനുഷ്യന്റെ തൊണ്ടക്കുഴിയിലെത്തിയാൽ വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, ആ മരണാസന്നനായി കിടക്കുന്ന മനുഷ്യന്റെ ചുറ്റുഭാഗത്തും നിങ്ങളതാ ആ മനുഷ്യനെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വനഹനു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ, നിങ്ങളെക്കാൾ ആ മനുഷ്യനോട് ഏറ്റവും അടുത്തത് നാമാകുന്നു, പക്ഷേ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആ മനുഷ്യനെ ബാധിക്കുന്ന ആ മനുഷ്യന്റെ റൂഹ് അത് പിടിക്കുന്നത് തടയാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല? ആ മനുഷ്യന് ഇനിയും ജീവൻ നൽകാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത്? അവന്റെ മരണം തടയാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. തർജിഊനഹാ ഇൻ കുന്തും സ്വാദിഖൂൻ, നിങ്ങൾ മരണത്തിന് ആ സത്യവാന്മാരാണെങ്കിൽ അതിനൊന്നും മടക്കി കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? അല്ലാഹു തആല ചോദിക്കുകയാണ്, ഫലൗലാ ഇൻ കുന്തും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ റബ്ബിന്റെ കൽപ്പനകൾക്ക്, റബ്ബിന്റെ അധികാരത്തിന് വിധേയരല്ല എങ്കിൽ ആ മനുഷ്യന്റെ മരണത്തെ ഒന്ന് തടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു നിമിഷം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. മഹാനായിട്ടുള്ള ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അത്തദ്കിറത്തു ഫിൽ വഅദ് എന്ന് പറയുന്ന കിതാബിന്റെ 126-ാമത്തെ പേജിൽ പറയുന്നു, യഹ്ദറു, നിങ്ങൾ സൂക്ഷിക്കണം, അനിയതിയകുമുൽ മൗത്ത്, മരണം നിങ്ങൾക്ക് വരുന്നത് വഅൻതും അലൽ മഅസിയതി മുസിറൂൻ, മരണം നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ തിന്മകളിൽ, പാപങ്ങളിൽ, അധാർമിക പ്രവർത്തനങ്ങളിൽ അതിലിങ്ങനെ വിഹരിച്ചു കൊണ്ടിരിക്കുമ്പോ മരണം നിങ്ങളെ പിടികൂടുന്നത് നിങ്ങൾ ജാഗ്രത കൈകൊള്ളണം. അഥവാ നിങ്ങളൊരു ഹറാമിൽ ഏർപ്പെടുകയാണ്, നിങ്ങൾ ഷിർക്കിൽ ഏർപ്പെടുകയാണ്, നിങ്ങൾ അനാചാരങ്ങളിൽ ബിദ്അത്തിൽ ഏർപ്പെടുകയാണ്, നിങ്ങളൊരു അധർമ്മത്തിൽ ഏർപ്പെടുകയാണ്, പടച്ച റബ്ബ് നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ ഏർപ്പെടുകയാണ്,
അതിൽ അകപ്പെട്ടുകൊണ്ടിരിക്കെ മരണം നിങ്ങളെ പിടികൂടുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. വലാ തുഖല്ലദൂ ഇല ദുനിയാ, ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ശാശ്വതവാസം നൽകപ്പെട്ടിട്ടില്ല. ഫഇന്നകും അൻഹാ മുൻകലിബൂൻ, നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് ഈ ദുനിയാവിൽ നിന്ന് പോകേണ്ടവർ തന്നെയാണ്. അതുകൊണ്ട് വഅനീബൂ ഇലാ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് വിനയത്തോടുകൂടെ പശ്ചാത്തപിച്ചുകൊണ്ട് ഖേദിച്ച് മടങ്ങുക. വഅസ്ലിമൂ ലഹു, റബ്ബിന് കീഴൊതുങ്ങുക അഥവാ മുസ്ലിമാവുക. ഖബല അൻ യഅതിയകുമുൽ അദാബ്, ശിക്ഷ അദാബ് നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ്. സുമ്മ ലാ തുൻസറൂൻ, അദാബ് വന്നാൽ പിന്നെ സഹായിക്കപ്പെടുകയില്ല. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം ഉണ്ടാവുകയില്ല. മറ്റാർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വഅക്സിറൂ മിൻ ദിക്രില്ലാഹി തആല, ഉന്നതനായ റബ്ബിനെ കുറിച്ചുള്ള സ്മരണ, അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, അത് നിങ്ങൾ വർദ്ധിപ്പിക്കുക, അത് ധാരാളമായിട്ട് ചെയ്യുക. വസ്തിഗ്ഫാരിഹി, റബ്ബിനോട് പാപമോചനം തേടുക. വസ്അലൂഹു, നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കുക. അയ്യർസുഖകുമുൽ ഫൗസ ബിൽ ജന്ന വന്നജാത മിൻ നാരിഹി, അതായത് സ്വർഗ്ഗം കൊണ്ടുള്ള വിജയം ലഭിക്കുവാൻ നിങ്ങൾ റബ്ബിനോട് തേടുക. നരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി റബ്ബിനോട് തേടുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമുദായത്തെ പഠിപ്പിച്ചില്ലേ? അതായത് ഒരു മനുഷ്യൻ 3 തവണ ഒരു പ്രാർത്ഥനാ വേളയിൽ റബ്ബേ എനിക്ക് ജന്നാത്തുൽ ഫിർദൗസ് തരയണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ സ്വർഗം തന്നെ അള്ളാഹുവിനോട് പറയും, ഈ മനുഷ്യന് സ്വർഗം നൽകണമേ എന്ന്. പക്ഷെ എന്ത് വേണം? കറകളഞ്ഞ തൗഹീദ് വേണം, കറകളഞ്ഞ ഏകദൈവ വിശ്വാസം, കറകളഞ്ഞ ഏകദൈവ ആരാധന വേണം. അതുപോലെ നരകത്തു നിന്നുള്ള രക്ഷ തരയണമേ എന്ന് ഒരു സത്യവിശ്വാസി 3 തവണ ആവർത്തിച്ചുകൊണ്ട് അവന്റെ പ്രാർത്ഥനാ വേളകളിൽ പ്രാർത്ഥിച്ചാൽ ആ നരകം തന്നെ റബ്ബിനോട് പറയും, നാഥാ ഈ മനുഷ്യനെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹോദരങ്ങളെ, അതൊക്കെ മനസ്സിലാക്കുക. അല്ലാഹു തആല ആ രൂപത്തിൽ നല്ലവരായി ജീവിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമ്മാ ബഅദ്. അള്ളാഹുവിനെ ഓർത്ത് നല്ലവരായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ വെളിപ്പാടകലെയാണ്. ഏതാനും ദിനരാത്രങ്ങൾ മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ജീവിതത്തിൽ നമുക്ക് എത്ര റമദാൻ കിട്ടിയിട്ടുണ്ടോ, ആ റമദാനിൽ എന്തൊക്കെ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ ഇബാദത്തുകളും മറ്റുള്ള എല്ലാ നന്മകളും ചെയ്യുവാനും അതുപോലെ കൂടുതൽ ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥമായിട്ട് ഈ റമദാൻ ഉപയോഗപ്പെടുത്തുവാനും ഇപ്പോൾ തന്നെ നമുക്കൊരു ഒരു പ്ലാൻ വേണം, ഒരു പദ്ധതി ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഖുർആൻ പഠനം, ഖുർആൻ ഹിഫ്ളാക്കൽ, ഖുർആൻ പാരായണം, തഫ്സീർ വായന, ഇതൊക്കെ എത്ര സമയം പള്ളിയിൽ കഴിച്ചു കൂട്ടണം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ഒരു ധാരണ നമ്മുടെ മനസ്സിനകത്തെങ്കിലും ഉണ്ടാവണമെന്നാണ് ഉണർത്തുവാനുള്ളത്. മറ്റൊന്ന്, നമ്മുടെ ഈ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിരുന്ന, അതുമായി ഒട്ടേറെ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള നമ്മുടെ വെളിച്ചം പരീക്ഷ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുമായി ബന്ധപ്പെട്ടൊക്കെ സഹകരിക്കുന്ന ഒരു സ്കൂൾ അധ്യാപകൻ, കൊണ്ടോട്ടിയിൽ ജോലി ചെയ്യുന്ന ആ ഭാഗത്തുള്ള ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം പുളിക്കൽ വെച്ചിട്ട് ഒരു അപകടത്തിൽപ്പെടുകയും അദ്ദേഹം വളരെ സങ്കീർണമായ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നാണ് പറയുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണെന്നാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പ്രത്യേകം വസിയ്യത്ത് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു സുഹൃത്ത് ദുബായിൽ ക്യാൻസർ ബാധിച്ച് ICUയിൽ കിടക്കുകയാണ്. റഹ്മാനായ നാഥ,
അവർക്കെല്ലാവർക്കും നിന്റെ റഹ്മത്ത് കൊണ്ട്, നിന്റെ മഹത്തായ ഫദൽ കൊണ്ട് ശിഫയും സമാധാനവും ആരോഗ്യവും നൽകണമേ. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹം, നിന്റെ റഹ്മത്ത് കൊണ്ട് അവർക്ക് നീ ശിഫ നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين. صلى الله وسلم على نبينا